തോപ്പിൽ ഭാസിയുടെ പ്രശസ്തമായ അശ്വമേധം എന്ന നാടകം സിനിമയാക്കിയപ്പോൾ വിൻസെൻ്റ് മാസ്റ്ററാണ് സംവിധാനം ചെയ്തത്. കുഷ്ഠരോഗികളോടുള്ള സമൂഹത്തിൻ്റെ മനോഭാവം മാറ്റിയെടുക്കുന്നതിൽ ഈ ചിത്രം വളരെ കാര്യമായി പങ്കുവഹിച്ചു. കുഷ്ഠരോഗിയായ സരോജം എന്ന കഥാപാത്രത്തിൽ ഷീല മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത്. ഈ സിനിമയിലെ കറുത്ത ചക്രവാളം അതിരുകൾ ചൂഴുമെന്ന ഗാനം ചിത്രീകരിച്ചതിനെക്കുറിച്ച് സംവിധായകൻ വിൻസെൻ്റ് മാസ്റ്റർ ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ചിത്രീകരണ ആവശ്യത്തിനായി വിൻസെൻ്റ് മാസ്റ്റർ നൂറനാട്ടുള്ള ലെപ്രസി സാനിറ്റോറിയത്തിൽ സന്ദർശനം നടത്തി. അപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ അദ്ദേഹത്തെ ഒരു മരത്തിൻ്റെ കീഴിൽ ഇരുത്തുകയും അവിടുത്തെ രോഗികളെല്ലാം അവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു അത്രേ. പെട്ടെന്ന് വിൻസെൻ്റ് മാസ്റ്റർ എന്ന ഛായാഗ്രാഹകൻ്റെ കണ്ണിൽ പെട്ടത് ഈ രോഗികളെല്ലാം നടന്ന് അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്നപ്പോൾ അവിടെ ഉണ്ടായ ഒരു ഷാഡോകളാണ്, കുറേ നിഴലുകൾ. ആ നിഴലുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ആ ഒരു ഫ്രെയിം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു അത്രേ. അങ്ങനെയാണ് കറുത്ത ചക്രവാളം അതിരുകൾ ചൂഴുമെന്ന ഗാനത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു ഷോട്ട് വെച്ചത്. ഇപ്പോഴും ആ ഗാനം കാണുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും, ഷീല ഒരു മരത്തിന് ചുവട്ടിലിരുന്ന് കറുത്ത ചക്രവാളം അതിരുകൾ ചൂഴുമെന്ന ഗാനം പാടുമ്പോൾ കുറേ രോഗികൾ ഷീലയുടെ നേർക്കിങ്ങനെ വരികയാണ്. അവരുടെ നിഴലുകൾ ആ ഫ്രെയിമിൽ ഇങ്ങനെ വന്ന് നിറയുന്നു. ഇതിനുള്ള പ്രചോദനം മാസ്റ്റർക്ക് കിട്ടിയത് നൂറനാട്ടുള്ള സാനിറ്റോറിയത്തിലെ അന്നത്തെ സന്ദർശനം തന്നെയായിരുന്നു. ൂഞ്ഞ
കാതലിക്ക നേരമില്ല എന്ന ചിത്രത്തിലെ വിശ്വനാഥൻ വേല വേണമെന്ന ഗാനം മലയാളികൾക്ക് സുപരിചിതമാണ്. കാരണം ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ ഗാനമേളകളിലെ സ്ഥിരം അവസാന ഗാനം ഈ പാട്ടായിരിക്കും. അപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചത് ഇത് ദാസേട്ടൻ പാടിയ ഗാനമാണെന്നായിരുന്നു. എന്നാൽ ഈ ഗാനം ശരിക്കും പാടിയിരിക്കുന്നത് PB ശ്രീനിവാസും സംഘവുമാണ്. ദാസേട്ടനെ കൊണ്ടാണ് ആദ്യം ഈ ഗാനം റെക്കോർഡ് ചെയ്യിച്ചതെന്നും ഒരു പുതിയ ഗായകൻ എന്ന നിലയ്ക്ക് ഒരു പെപ്പി എഫക്റ്റ് കിട്ടാത്തത് കൊണ്ട് പിന്നീട് PB ശ്രീനിവാസിനെ വെച്ച് മാറ്റിയതാണെന്നും ഒക്കെ ഒരു അൺകൺഫേംഡ് വേർഷൻ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ എന്നറിയില്ല. അതല്ല, ദാസേട്ടൻ തൻ്റെ ഗാനമേളകളിൽ അവസാനമായ ഒരു അടിപൊളി ഗാനം പാടുന്നതിന് വേണ്ടി ഈ ഗാനം സെലക്ട് ചെയ്തതാണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും അക്കാലത്ത് നമുക്ക് തീരെ പ്രതീക്ഷിക്കാനാവാത്ത ഒരു ജമ്പിങ് ലൈവ്ലി സോങ് തന്നെയാണ് വിശ്വനാഥൻ വേല വേണം. അന്നത്തെ യുവതലമുറ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ആ അടിപൊളി ഗാനം നമുക്കൊന്നുകൂടി കേൾക്കാം. മാടി മേലെ മാടി കട്ടി കോടി കോടി ചേർത്ത് വിട്ട സീമാനേ, ഹലോ ഹലോ കമാൻ കമൗട്ട് സീമാനേ, ആള് അമ്പ് സേന വെച്ച് കാറ് വെച്ച് ബോറടിക്കും കോമാനേ, ഹലോ ഹലോ കമാൻ കമൗട്ട് കോമാനേ. മാടി മേലെ മാടി കട്ടി കോടി കോടി ചേർത്ത് വിട്ട സീമാനേ, ഹലോ ഹലോ കമാൻ കമൗട്ട് സീമാനേ, ആള് അമ്പ് സേന വെച്ച് കാറ് വെച്ച് ബോറടിക്കും കോമാനേ, ഹലോ ഹലോ കമാൻ കമൗട്ട് കോമാനേ. புத்தியை மாத்திக்கும் மூளையில்லாதவரே, வேட்டியை மாத்திக்க சேலையை கட்டிக்க வெட்கமில்லாதவரே, பொண்ணுங்க பேச்சுக்கு புத்தியை மாத்திக்கும் மூளையில்லாதவரே, வேட்டியை மாத்திக்க சேலையை கட்டிக்க வெட்கமில்லாதவரே, வேலையின்றி போகாது வேறு வேலை தேடாது பாட்டு பாடி கூச்சல் போட்டு வேலை வாங்குவோம், வேலையின்றி போகாது வேறு வேலை தேடாது பாட்டு பாடி கூச்சல் போட்டு வேலை வாங்குவோம். ராத்திரி நேரத்தில் தூக்கத்தில் நான் ஒரு ராட்சசன் போல் வருவேன், நாளைக்கு வேலைக்கு வாவென்று நீ சொல்லும் நாள் வரை போரிடுவேன். ராத்திரி நேரத்தில் தூக்கத்தில் நான் ஒரு ராட்சசன் போல் வருவேன், நாளைக்கு வேலைக்கு வாவென்று நீ சொல்லும் நாள் வரை போரிடுவேன். வானம் வந்து சாய்ந்தாலும் மேகம் வந்து வீழ்ந்தாலும் வேங்கை போல பாய்ந்து வந்து வேலை வாங்குவோம், வானம் வந்து சாய்ந்தாலும் மேகம் வந்து வீழ்ந்தாலும் வேங்கை போல பாய்ந்து வந்து வேலை வாங்குவோம். மாடி மேலே மாடி கட்டி கோடி கோடி சேர்த்து விட்ட சீமானே, ஹலோ ஹலோ கமான் கமௌட் சீமானே, ஆளு அம்பு சேனை வெச்சு காரு வெச்சு போரடிக்கும் கோமானே, ஹலோ ஹலோ கமான் கமௌட் கோமானே.